ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ സാധിച്ചാൽ മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആ മനുഷ്യനുള്ള പ്രതിഫലം സ്വർഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകുമ്പോൾ അല്ലാഹുവല്ലാതെ ഇലാഹില്ല, അവനല്ലാതെ ആരാധനകൾക്കർഹനായി പ്രാർത്ഥനകൾക്കർഹനായി മറ്റാരുമില്ല എന്ന ആദർശം നെഞ്ചിലേറ്റി ആ ആദർശ പ്രഖ്യാപനവുമായി കൊണ്ട് ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയൊരു സൗഭാഗ്യമാണ്, വലിയ ഒരു വിജയമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലഖിനു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണാസന്നനായി കിടക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ, മരണത്തോട് മല്ലടിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ ആ മനുഷ്യനോട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മരിച്ചിടത്ത് ചെല്ലാനല്ല, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ചെല്ലണമെന്നല്ല, ഖബറിൽ കൊണ്ടുപോയി വെച്ച് അവിടെ ഒരു ദിക്ർ ഹൽക്ക നടത്തണമെന്നല്ല, നേരെ മറിച്ച് മരണാസന്നനായി കിടക്കുന്ന വ്യക്തിയോട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം, അത് ചൊല്ലി മരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ സൗഭാഗ്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്. നമ്മിൽ എത്രയോ ആളുകളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ട് പറയുന്നു, പക്ഷെ അവരുടെ ഖൽബിലേക്ക് ആ വിശ്വാസം ഇറങ്ങിയിട്ടില്ല. മഹാനായ ശൈഖ് ജീലാനി അബ്ദുൽ ഖാദിർ റഹിമഹുല്ലാഹ് മുഹദ്ദിസ് ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ സമുദായത്തോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, യാ ഗുലാം കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലയോ ഇസ്ലാമിന്റെ പുത്ര, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, എങ്ങനെയാണ് മോനെ നിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുക? മുസ്ലിം സമുദായത്തിലെ മെമ്പർമാരോട് മഹാനായ ശൈഖ് ജീലാനി വിളിച്ചോതുകയാണ്, എങ്ങനെയാണ് നിങ്ങളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുക? ഇസ്ലാമിന്റെ മക്കൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഭൂരിഭാഗം ആളുകളുടെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായിട്ടില്ല എന്ന് ഈ സമുദായത്തോട് വിളിച്ചു പറഞ്ഞത് മുജാഹിദ് പ്രസ്ഥാനല്ല, ശൈഖ് ജീലാനി അബ്ദുൽ ഖാദിർ റഹിമഹുള്ളയാണ്. യാ ഗുലാം കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ്. എങ്ങനെയാണ് മോനെ നിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുക? കാരണം നിന്റെ ഹൃദയത്തിൽ എത്രയെത്ര ഇലാഹുകളെയാണ് നീ കുടിയിരുത്തിയിട്ടുള്ളത്. നിന്റെ നാവ് കൊണ്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുവെങ്കിലും ജീവിതത്തിന്റെ വിപൽഘട്ടങ്ങളിൽ, പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ നീ അല്ലാഹുവിന് പുറമെ മറ്റുള്ള ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹ് എന്ന് വിളിക്കേണ്ട നാവ് കൊണ്ട് നീ വിളിക്കുന്നത് അല്ലാഹുവിന്റെ പടപ്പുകളെയാണ്, മരിച്ച് മൺമറഞ്ഞു പോയ മഹത്തുക്കളെയാണ്, അമ്പിയാക്കളെയാണ്, ഔലിയാക്കളെയാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ അവരുടെ ഒരാളുടെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുകയില്ല. നിങ്ങളുടെ കൽബിൽ വേറെ വിശ്വാസം, നാവ് കൊണ്ട് നിങ്ങൾ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലല്ലാതെ ഇലാഹില്ല, അവനല്ലാതെ ആരാധനകൾക്ക് അർഹനായി പ്രാർത്ഥനകൾക്ക് അർഹനായി മറ്റാരുമില്ല എന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ കാല് തട്ടി വീഴാൻ പോകുന്ന സന്ദർഭത്തിൽ പോലും എന്റെ ബദരീങ്ങളെ എന്ന് വിളിക്കുന്ന, യാ ശൈഖ് മുഹിദ്ദീൻ എന്ന് വിളിക്കുന്ന, അതുപോലെ തന്നെ അമ്പിയാക്കളെ ഔലിയാക്കളെ സഹായിക്കണേ എന്ന് അല്ലാഹു അല്ലാത്തവരെ വിളിക്കുന്നവരായ ആളുകളുണ്ടല്ലോ, അവരുടെ ഒരാളുടെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവണമെങ്കിൽ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് തജ്വീദ് അനുസരിച്ച് പറഞ്ഞാൽ മാത്രം പോരാ, മഖ്റജ് ശരിയായാൽ മാത്രം പോരാ. നേരെ മറിച്ച് ശൈഖ് ജീലാനി പഠിപ്പിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഖൽബിന്റെ വിശ്വാസം എങ്ങനെയായിരിക്കണം? ആ മനുഷ്യന്റെ ഖൽബ് എന്നറിയുമോ? ഇജഅൽ ഖൽബക മസ്ജിദാ, മോനെ മോളെ നീ നിന്റെ ഖൽബിനെ ഒരു പള്ളിയാക്കുക.
ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഖൽബ് എങ്ങനെയായിരിക്കണം? ഇജഅൽ ഖൽബക മസ്ജിദാ, നീ നിന്റെ ഹൃദയത്തെ ഒരു പള്ളിയാക്കണം. ഏതുപോലെ? കമാ ഖാല അല്ലാഹു തആല ഫിൽ ഖുർആനിൽ കരീം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഖുർആനിൽ പറഞ്ഞ പോലെ വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അല്ലാഹു പറഞ്ഞില്ലേ അവന്റെ ഖുർആനിൽ, വിശുദ്ധ ഖുർആനിലെ 72-ാം അധ്യായം സൂറത്തുൽ ജിന്നിന്റെ 18-ാമത്തെ വചനമാണത്. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, പള്ളികളെല്ലാം അല്ലാഹുള്ളതാണ്. അതിനാൽ അല്ലാഹുവോടൊപ്പം മറ്റാരെയും നിങ്ങൾ വിളിച്ച് ദുആ ചെയ്യാൻ പാടില്ല. ഭൂമിയിൽ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുവാനായി, അവനോട് മാത്രം പ്രാർത്ഥിക്കുവാനായി സ്ഥാപിക്കപ്പെടുന്ന കേന്ദ്രങ്ങളാണ് പള്ളികൾ. ആ പള്ളിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട ഓരോ വിളികളും അല്ലാഹുവിനോട് മാത്രമായിരിക്കണം. അതുപോലെയുള്ള പള്ളികളാക്കി നിങ്ങൾ നിങ്ങളുടെ കൽബിനെ മാറ്റണം. പിന്നെ ആ പള്ളിയാകുന്ന നിങ്ങളുടെ കൽബുണ്ടല്ലോ, ആ കൽബിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓരോ വിളികളും അല്ലാഹുവിനോട് മാത്രമായിരിക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുകയുള്ളൂ എന്ന് മഹാനായ ശൈഖ് ജീലാനി ഈ സമുദായത്തോട് വിളിച്ചു പറഞ്ഞു. ഇനി നമ്മൾ സ്വയം ചിന്തിക്കണം, നമ്മിൽ എത്ര ആളുകളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകുന്നുണ്ട്, ശരിയാകുന്നില്ല എന്നതിനെ സംബന്ധിച്ച്. അപ്പൊ എല്ലാരും പറയും ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്, എല്ലാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ദൽ ദിക്റാണ് എന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ട് പറയുമ്പോഴും ആ വിശ്വാസം കൽബിലേക്ക് ഇറങ്ങിയിട്ടില്ല. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ അഖിലവും ജനങ്ങളുടെ മുന്നിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് എന്ന് കൃത്യമായി പ്രഖ്യാപിച്ച് പഠിപ്പിച്ച് വിശദീകരിച്ചു കൊടുത്തു. യാ ഖൗമി അബ്ദുല്ലാഹ് മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, വിശുദ്ധ ഖുർആനിന്റെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ 23-ാമത്തെ വചനമാണ്. എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അവനല്ലാതെ മറ്റൊരു ഇലാഹ്, അവനല്ലാതെ ആരാധനകൾക്ക് അർഹനായി നിങ്ങൾക്ക് മറ്റാരും തന്നെ ഇല്ല. ഇതായിരുന്നു പ്രവാചകന്മാരുടെ പ്രബോധന രീതി. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞു, ഖുർആനിന്റെ 71-ാം അധ്യായം 3-ാമത്തെ വചനം, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, ആ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക, പ്രവാചകനായ എന്നെ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ വാചകമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. വിശുദ്ധ ഖുർആനിലെ 15-ാം അധ്യായം 99-ാമത്തെ വചനമാണ്. ആ ഉറപ്പ് അഥവാ ആ മരണം വന്നെത്തുന്നത് വരെ നീ നിന്റെ രക്ഷിതാവിനെ മാത്രം ആരാധിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരണം വരെ തന്റെ ജീവിതത്തിൽ പിന്നെ അല്ലാഹുവിന് പുറമെ മറ്റൊരാളെ വിളിച്ച് തേടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹുവിന് പുറമെ മരിച്ചവരാകട്ടെ, ജീവിച്ചിരിക്കുന്നവരാകട്ടെ, അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, മഹാന്മാരാകട്ടെ, മഹദികളാകട്ടെ, ബീവികളാകട്ടെ,